നമസ്കാരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും അനുകൂലമായ തീരുമാനം ലഭിക്കാത്തത് മൂലം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1% ഇടിഞ്ഞ ഒരു NBFC സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് കഴിഞ്ഞ ദിവസം 1.65% ഇടിഞ്ഞ് 7175 ക്ലോസിംഗ് നൽകി. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33.21, ഡിവിഡൻഡ് yield 0.42%. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 5%-ലേറെ കറക്റ്റ് ആവുകയും ചെയ്തു. ബജാജ് ഫിനാൻസും RBL ബാങ്കും സംയുക്തമായി ഇഷ്യൂ ചെയ്ത ക്രെഡിറ്റ് കാർഡുകൾക്ക് ദീർഘകാല എക്സ്റ്റൻഷന് പകരം വെറും 1 വർഷത്തെ എക്സ്റ്റൻഷൻ, അതായത് കാലാവധി നീട്ടൽ മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയത്. ഇതിന് മുകളിലുള്ള ഒരു മാർക്കറ്റ് റിയാക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബജാജ് ഫിനാൻസിൽ കാണാൻ സാധിച്ചത്. കൂടാതെ NBFC മാനദണ്ഡങ്ങൾ ബജാജ് ഫിനാൻസ് എന്ന കമ്പനി കൃത്യമായി പാലിക്കുന്നില്ല എന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവകാശപ്പെട്ടു. ഇന്ത്യയിൽ NBFC കമ്പനികൾക്ക് സ്വന്തം നിലയിൽ ക്രെഡിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് NBFC കമ്പനികൾ മറ്റ് ബാങ്കുകളുമായി ചേർന്ന് ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകളാണ് ലോഞ്ച് ചെയ്യുന്നത്. 2018 ഫിനാൻഷ്യൽ ഇയർ മുതൽ ബജാജ് ഫിനാൻസ് RBL ബാങ്കുമായി ചേർന്ന് ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി ബജാജ് ഫിനാൻസ് ക്രെഡിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി DBS ബാങ്കുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഇവിടെ ബജാജ് ഫിനാൻസും RBL ബാങ്കും സംയുക്തമായി ഇഷ്യൂ ചെയ്ത ക്രെഡിറ്റ് കാർഡുകൾക്കുള്ള കാലാവധിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നീട്ടാത്തത്. ബജാജ് ഫിനാൻസിൻ്റെ സഹായത്തോടുകൂടി RBL ബാങ്ക് ക്രെഡിറ്റ് കാർഡ് സെഗ്മെൻറ്റിൽ 5% മാർക്കറ്റ് ഷെയർ അക്യൂർ ചെയ്യുകയും ക്രെഡിറ്റ് കാർഡ് സെഗ്മെൻറ്റിലെ ഒരു വളരെ വലിയ കമ്പനിയായി വളരുകയും ചെയ്തു. RBL ബാങ്ക് ഇഷ്യൂ ചെയ്ത 60-65% ക്രെഡിറ്റ് കാർഡുകളും ബജാജ് ഫിനാൻസുമായിട്ടുള്ള ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകളാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള RBIയുടെ കമൻറ്റ് അല്ലെങ്കിൽ RBIയുടെ നിർദ്ദേശം ബജാജ് ഫിനാൻസിനേക്കാളും ഏറ്റവും അധികം നെഗറ്റീവായി ബാധിക്കുന്നത് RBL ബാങ്കിനെ കൂടിയാണ്. ഇന്നത്തെ ദിവസം RBL ബാങ്ക് എന്ന സ്റ്റോക്കിലും ഇടിവ് കാണാൻ സാധിച്ചു. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചെങ്കിലും ലോങ് ടൈമിലായിരിക്കും ഈ ന്യൂസ് കമ്പനിയെ പ്രതികൂലമായി ബാധിക്കുക. 1 വർഷം വരെ ക്രെഡിറ്റ് കാർഡ് തുടരും. അതിനുശേഷമുള്ള ബിസിനസ്സാണ് എക്സ്റ്റെൻഡ് ആകാത്തത്. അതുകൊണ്ട് ലോങ് ടൈമിൽ ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ബജാജ് ഫിനാൻസിലും RBL ബാങ്കിനും കുറയാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നവംബർ 15 ബജാജ് ഫിനാൻസിൻ്റെ ഇൻസ്റ്റ EMI കാർഡ് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ വഴിയുള്ള ലോൺ ഡിസ്ബേഴ്സലും RBI നിർത്തലാക്കിയിരുന്നു. മതിയായ സെക്യൂരിറ്റി ഡേറ്റകൾ പരിശോധിക്കാതെ അല്ലെങ്കിൽ അൺസെക്യൂർഡ് ലോണുകൾ ബജാജ് ഫിനാൻസ് എന്ന കമ്പനി മതിയായ രേഖകളില്ലാതെ നൽകുന്നു എന്ന് ആരോപിച്ചാണ് ഇൻസ്റ്റ EMI കാർഡ് എന്നീ ആപ്ലിക്കേഷനുകൾ വഴിയുള്ള ലോൺ ഡിസ്പേഴ്സലിന് മുകളിലും വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ വിലക്കും ഇതുവരെയും മാറിയിട്ടില്ല. ഇത് രണ്ടും ബജാജ് ഫിനാൻസിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 30% പ്രോഫിറ്റ് ഗ്രോത്ത് പ്രതീക്ഷിച്ചെടുത്ത് 28% പ്രോഫിറ്റ് ഗ്രോത്താണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് നെഗറ്റീവ് മാർക്കറ്റ് റിയാക്ഷനുകളുടെ പശ്ചാത്തലത്തിൽ സപ്പോർട്ട് സോണിനടുത്തായിട്ട് ട്രേഡ് ചെയ്യുന്നു. 7000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. പലപ്പോഴും സ്റ്റോക്ക് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. 7000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 6880, 6500 തുടങ്ങിയ ലെവലുകളിലേക്ക് ചിലപ്പോൾ സ്റ്റോക്ക് ഇടിഞ്ഞേക്കാം. സ്റ്റോക്കിന് 6880-നടുത്ത് സ്ട്രോങ് ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്. സ്റ്റോക്ക് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ട്രേഡേഴ്സിനും പൊസിഷൻ എടുക്കാനുള്ള ഒരവസരം ലഭിക്കും. രണ്ടാമത്തെ സ്റ്റോക്ക് ആംബർ എൻ്റർപ്രൈസസ് ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ആംബർ എൻ്റർപ്രൈസസ് 0.10% ഇടിഞ്ഞ് 3048-നടുത്ത് ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 65.52. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് സ്റ്റോക്ക് 5% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. ആംബർ എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനിയായ JAN ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും നോയ്സ് ബ്രാൻഡിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയും ചേർന്ന് സ്റ്റെൽടെക് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചു എന്നുള്ളതാണ് ആംബർ എൻ്റർപ്രൈസസ് ലിമിറ്റഡിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി സ്മാർട്ട് വാച്ച്, ഇയർഫോൺ, ഇയർബഡ്, ഹെഡ്ഫോൺ എന്നിവയുടെ മാനുഫാക്ചറിങ്ങും സെല്ലിങ്ങുമായിരിക്കും നടത്തുക. ആംബർ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കും സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3000 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട്, 3500 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് 2750 എന്ന റീജിയനിലേക്ക് എത്തുകയാണെങ്കിൽ സ്റ്റോക്കിൽ പലപ്പോഴും ഹെവി ബൈയിങ്ങും കാണാം. മൂന്നാമത്തെ സ്റ്റോക്ക് ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡ്. ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡിൽ ആദിത്യ ബിർള ഫിനാൻസ് ഏകദേശം 880 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്.
ഇന്ന് മുഫ്തി മെൻസ് വെയർ, RBZ ജുവലേഴ്സ് തുടങ്ങിയ കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയാണ്. ലിസ്റ്റിംഗ് ഗെയിൻ പോയിന്റ് ഓഫ് വ്യൂ ഈ രണ്ട് സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫാർമ സെക്ടറിൽ നിന്നും ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് സൈഡസ് ലൈഫ് സയൻസ്. സൈഡസ് ലൈഫ് സയൻസിന് മുകളിൽ 284 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് സൈഡസ് ലൈഫ് സയൻസ് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്